പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 49 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ എനിക്കൊരു ജ്ഞാനസ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര നെടുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നതയെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും. 3 പേർ 2 പേർക്ക് എതിരായും 2 പേർ 3 പേർക്ക് എതിരായും ഭിന്നിച്ചിരിക്കും. പിതാവ് പുത്രനും പുത്രൻ പിതാവിനും എതിരായിരിക്കും. അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കും എതിരാകും. അമ്മായിയമ്മ മരുമക്കൾക്കും മരുമക്കൾ അമ്മായിയമ്മയ്ക്കും എതിരായും ഭിന്നിക്കും. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ലോകത്തിലുള്ള നന്മയുടെയും തിന്മയുടെയും പോരാട്ടത്തെക്കുറിച്ച് തന്നെയാണ്. ഭവനത്തിൽ നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും ഉണ്ടാകും. നന്മയ്ക്കെതിരായിട്ടും തിന്മയ്ക്കെതിരായിട്ടും ഒക്കെ സംസാരിക്കുന്നവരൊക്കെയും ഉണ്ടാകും. എന്നാൽ എപ്പോഴും നമുക്കൊന്ന് ഓർത്തിരിക്കാം, എപ്പോഴും സത്യം മാത്രമേ നിലനിൽക്കുകയുള്ളൂ, നന്മ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. നമ്മളുടെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും വിശുദ്ധി നിറഞ്ഞ ജീവിതം നയിക്കാം. നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അത് തന്നെയായിരിക്കും നമ്മൾ സംസാരിക്കുന്നതും, നമ്മൾ ചിന്തിക്കുന്നത് തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നതും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ചിന്തകളെ ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. അങ്ങനെയാകുമ്പോൾ സമാധാനപരമായിട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ടും സാധിക്കും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.